Life stays a frozen frame, frayed, pale with sands of time, feeling forlorn. And I see the grey gloom in starless skies, and I hear the woeful notes in pining larks, and I see the wilting blooms of lavender. Over and over the secrets the shore, over and over the hues wait for dawn. Ever forever I'm home in your arms, ever forever I give you my soul. Faith, hope, turn the tide, stars collude and pave your path, leading to mine. Destiny stays by me, thousand suns adorn my sky, splendor divine. Now that you are here, the dew glistens again. Now that you are here, the breeze whispers again. Now that you are here, raindrops can dance again. Over and over the secrets are shown, over and over the hues wait for dawn. Ever forever I'm home in your arms, ever forever I give you my soul. Winged hearts soar the sky, sunshine light my life. Over and over, over and over. Na 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 na. എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? കൊറോണയൊക്കെ എന്ത് പറയുന്നു? ഇതെന്താ ആർക്കും ഒരു ഉന്മേഷം ഇല്ലാത്ത? നല്ല ഉന്മേഷമാണോ? ഓക്കെ. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ സ്വന്തം മുത്തിന്റെ മധുരമപ്പൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ്. സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന മുത്തിനെ എല്ലാവർക്കും കാണണ്ടേ? കാണണ്ടേ ആർക്കും?
ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്ക് നമ്മുടെ വധുവിനെ സ്വീകരിക്കാം, സ്വാഗതം ചെയ്യാം. വധുവും കുടുംബാംഗങ്ങളും സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് അവരെ സ്വീകരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വധു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് പരിപാടിയുടെ പ്രാരംഭഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ സർവേശ്വരന്റെ അനുഗ്രഹം നേടാനായി നമുക്ക് ഈശ്വര പ്രാർത്ഥനയിലേക്ക് കടക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ എതിർക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവേൻ. പ്രകാശദാതാവായ കർത്താവെ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവേൻ. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാകുന്നു, നാം അവിടുത്തെ അജകളും ജനവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകുന്നു, അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവേൻ. പ്രകാശദാതാവായ കർത്താവെ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയവനായ ഈശോയെ, ഞങ്ങൾ അങ്ങിലേക്ക് തിരിഞ്ഞ് സ്വാർത്ഥമതികളും സുഖലോലുകളും ആകാതെ അങ്ങേപ്പോലെ കർത്തവ്യങ്ങളിൽ ഉത്സവരാകുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. ബുദ്ധിയും ഓർമ്മയും മനസ്സിന് ശക്തിയും തന്ന അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അനാഥനായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ എന്റെ കർത്താവേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് തിരുവചനങ്ങൾ ശ്രവിക്കാം. തോബിയാസിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ് ആ പെൺകുട്ടി ഏഴുപേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ.
ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല. ദൂതൻ പ്രതിവചിച്ചു, നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? സഹോദര, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും. പിശാചിനെ പറ്റി നീ പേടിക്കേണ്ട. നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിന്റെ കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ട് പുകയ്ക്കുക. അതിന്റെ മണമേറ്റാലുടൻ പിശാച് ഓടിയകലും, പിന്നീട് ഒരിക്കലും വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എണീറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നീ പേടിക്കേണ്ട. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോട് കൂടി വരികയും ചെയ്യും. നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്നും ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം പൂണ്ടു. സ്തുതി. നമുക്കെല്ലാവർക്കും ഉചിതമായി കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണം. കാരണവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മന്ദിരം വെക്കലിന്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായിട്ട് വധുവിന്റെ ജ്യേഷ്ഠൻ ദീപു ചേട്ടനെയും ഭാര്യ സൂസന്ന ചേച്ചിനെയും ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പം ദീപു ചേട്ടൻ എത്തിയിട്ടുണ്ട്. ദീപു ചേട്ടന് ഓഡിയൻസിനോട് ചോദിക്കാം. മധുരം കൊടുക്കട്ടെ എന്ന് 3 തവണ ചോദിക്കുന്നതായിരിക്കും. അപ്പം എന്താ പറയണ്ടേന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ? തുടങ്ങാം. മുത്തിന് മധുരം വെക്കട്ടെ. മുത്തിന് മധുരം വെക്കട്ടെ. മുത്തിന് മധുരം വെക്കട്ടെ. അപ്പം മധുരം വെക്കുകയാണ്. വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി വരത്തി
പൂക്കാലി മിന്നുമണി പൂക്കാലി മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂക്കാലി കൊരുക്കണം പൂക്കാലി മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നാണത്തിൽ നീ ഒഴിക്കല്ലേ തിടുക്കത്തിൽ നടക്കല്ലേ മറ്റാരും കാണാതവനെ കാണാൻ കൊതിക്കുന്നില്ലേ നീ ചമയമിട് മനമകളെ അണിഞ്ഞൊരുങ്ങ് തിരുമകളെ മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നാണത്തിൽ നീ ഒഴിക്കല്ലേ തിടുക്കത്തിൽ നടക്കല്ലേ നമ്മൾ വധുവിനോടുള്ള ചോദ്യം ചോദിക്കൽ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. അത് ആരംഭിക്കാൻ പോവാണ്.
അപ്പം എങ്ങനെയാ ഇത്രയും നേരം നമ്മൾ വധുവിന് എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുത്തു. ഇനിയിപ്പം ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വധുവിനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാനുള്ള ഒരു സുവർണ അവസരം ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ആദ്യം ചോദിക്കാൻ വരുന്ന ആരും ചോദിക്കാൻ വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ആദ്യം ചോദിക്കുന്നതായിരിക്കും. ചോദിച്ചു തുടങ്ങിക്കോട്ടെ. നല്ല അടിപൊളി ചോദ്യം ആദ്യം ചോദിക്കാം അല്ലേ? നമ്മുടെ വരൻ ജ്യോതിഷിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ ജ്യോതിഷിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പാവമാണ്, അതാണല്ലോ. പോന്നോട്ടെ. അടുത്തത് ഇന്റലിജന്റ് ആണ്. ഇന്റലിജന്റ് ആണ്. ഓക്കെ, അടുത്തത് അത്ര പറയാനുള്ളൂ. എനിക്ക് സന്തോഷമായിക്കോട്ടെ. ഇത് മതിയോ? എങ്ങനെയാ ഈ രണ്ടു കാര്യം പറഞ്ഞാൽ പറയിച്ചാൽ മതിയോ? കേട്ടില്ല, രണ്ടു വാക്കുകൂടി പറയണമെന്ന് പറയുന്നു. നല്ല സപ്പോർട്ടീവ് ആണ്, കെയറിംഗ് ആണ്. സൂപ്പർ ആണെന്ന് കൈയിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. എന്നാലും നമ്മുടെ വധു കഷ്ടപ്പെട്ട് കുറെ ആൻസർ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒരു 2 മിനിറ്റ് കൂടെ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുത്തിനെ എന്നാ ജ്യോതിസ് സ്നേഹം കൂടുമ്പോ വിളിക്കുന്നത്? മുത്തു എന്നാണ് വിളിക്കുന്നത്. അല്ല, പേരെ വിളിക്കുന്നത്. നിങ്ങൾ ആരാ ആദ്യം ഐ ലവ് യു പറഞ്ഞത്? ജ്യോതിഷാണ് ആദ്യമേ പറഞ്ഞത് ഐ ലവ് യു.
मेरी राहें तेरे तक है, तुझ पे ही तो मेरा हक है। इश्क मेरा तू बेशक है, तुझ पे ही तो मेरा हक है। साथ छोड़ूंगा ना तेरे पीछे आऊंगा, छीन लूंगा या खुदा से मांग लाऊंगा। तेरे नाल तकदीरां लिखवाऊंगा, मैं तेरा बन जाऊंगा, मैं तेरा बन जाऊंगा। सो तेरी मैं कसम यही खाऊंगा, कीते वादे आनू मरा निभाऊंगा। तुझे हर बारी अपना बनाऊंगा, मैं तेरा बन जाऊंगा, मैं तेरा बन जाऊंगा। जुदा मैं हुई तेरे खातिर, तू ही मंजिल दिल तेरा मुसाफिर। लखा तो जुदा मैं होया तेरे खातिर, तू ही मंजिल मैं तेरा मुसाफिर। रब नू बोला बैठा तेरे करके, मैं हो गया काफिर। तेरे लिए मैं जहां से टकराऊंगा, सब कुछ खो के तुझको ही पाऊंगा। दिल बन के मैं दिल धड़काऊंगा, मैं तेरा बन जाऊंगा, मैं तेरा बन जाऊंगा। सो तेरी मैं कसम यही खाऊंगा, कीते वादे आनू मरा निभाऊंगा। तुझे हर बारी अपना बनाऊंगा, मैं तेरा बन जाऊंगा, मैं तेरा बन जाऊंगा। मेरी राहें तेरे तक है, तुझ पे ही तो मेरा हक है। इश्क मेरा तू बेशक है, तुझ पे ही तो मेरा हक है। അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ എൻ്റെ കർത്താവേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങൾ ശ്രവിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന് നിഴൽ വീഴുന്ന താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കരകവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ എന്നേക്കും ഞാൻ വസിക്കും. ദൈവമായ കർത്താവിന്റെ സ്തുതി. സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തിനും ഇവരുടെ മാതാപിതാക്കൾക്കും ഇവരുടെ ഗ്രാൻഡ് പേരൻസിനും എല്ലാം നൽകിയ അനവധിയായ നന്മകൾക്ക് ഞങ്ങളിപ്പോൾ നന്ദി അർപ്പിക്കുന്നു. നാളിതുവരെ പരിപാലിച്ച പോലെ തുടർന്നും ഈ മകളെ മുത്തിനെ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ലോകത്തെ വിശദീകരിക്കാനുള്ള ദൗത്യവും നൽകി മുത്തിനെ അനുഗ്രഹിക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, ഈ വിളിയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ഈ മകളെ പ്രാപ്തയാക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഈ മകളുടെ മേൽ ചൊരിയണമേ. അബ്രാഹാമിനെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് സ്ഥാപിക്കപ്പെടുന്ന ഈ പുതിയ കുടുംബത്തെയും ആശീർവദിക്കണമേ. ആയുസ്സും ആരോഗ്യവും സാമ്പത്തിക സുസ്ഥിതിയും ഐശ്വര്യവും അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. അങ്ങയുടെ അരൂപയുടെ സഹായത്താൽ ചൊവ്വുള്ളത് മാത്രം ചിന്തിക്കുവാനും നല്ല തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുവാനും ഇവൾക്ക് കഴിയട്ടെ. സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് കനിവോടെ നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മഹത്വം ജീവിതം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ. നല്ല ദൈവമേ, ഈ കുടുംബത്തെയും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരെയും ഇന്ന് വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തുന്നവരെയും നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്നവരെ സുരക്ഷിതമായി യഥാസ്ഥാനത്ത് എത്തിക്കണമേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. ഇന്നത്തെ എല്ലാ ചടങ്ങുകളും വിജയകരമായി നടത്താൻ ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നന്മ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആമേൻ. അനുഗ്രഹസമ്പന്നനായ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹസമ്പന്നനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനം നിന്നെ സഹായിക്കട്ടെ. അനുഗ്രഹസമ്പന്നനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലന ആവശ്യത്തിന് നിനക്ക് തുണയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നിന്നോടുകൂടി ഉണ്ടായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. This cornerstone, this solid ground, firm through the fiercest drought and storm. What heights of love, what depths of peace, when fears are stilled, when striving cease. My comforter, my all in all, here in the love of Christ I stand.
സഹോദരി സഹോദരന്മാരെ, ജ്യോതിഷിൻ്റെയും അന്നുവിൻ്റെയും ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. സുമംഗളമായ ഈ മുഹൂർത്തത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിൽ ഒന്നു ചേർന്നിരിക്കുന്ന ഈ ദിവസം അവരുടെ ജീവിതം, മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നീണ്ടു നിൽക്കുന്ന ജീവിതമായിട്ട് തീരുവാനും സ്നേഹത്തിൻ്റെ ഒരു ജീവിതമായിട്ട് തീരുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂദാശയുടെ നടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ വിശുദ്ധ കുർബാനയുടെ നടുവിലാണ് ഒരു മറ്റൊരു കൂദാശ സ്വീകരിക്കുന്നത്. ഈ കൂദാശയുടെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കുവാനും ഈശോയുടെ സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവസാന ശ്വാസം വരെ ജീവിക്കുവാനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഈ വിശുദ്ധ കുർബാനയെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നുയർന്ന ഭക്തിപൂർവ്വം ഈ വിശുദ്ധ കുർബാന ആരംഭിക്കാം, അർപ്പിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചീടാ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവീശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവീശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവീശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായി ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആനന്ദകരമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുള്ളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായി ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ
മഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നായി പാടിയിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനായ സർവേശ, പരിപാവനനായ ബലവാനേ, പരിപാവനനായ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധൻ സുതർകനും ബലവാൻ അമർത്യനായ കർത്താവേ, അങ്ങേ സ്വഭാവത്തോടെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവ്വജനായ ഫലകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലനവും നന്മകളുടെയും സൗഭാഗ്യങ്ങളുടേതുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ സ്വഭാവത്തിനൊത്തവണ്ണം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, ഒന്നാം ലേഖനം ഗുരു ആശീർവദിക്കണമേ. മകനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കീർത്തന ഗീതികളുയരുന്നു, കേൾക്കുന്നു മന്നവ സന്നിധിയിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നുടെ നാവിനു ധന്യതയാ, കവിയുടെ ഭാവങ്ങൾ പകരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കാൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ജ്യോതിഷ്, അനു, അവരുടെ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ജ്യോതിഷിനെയും അനുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. വളരെ ആലോചിച്ച് പ്രാർത്ഥിച്ച് അവർ വിവാഹിതരാകാൻ പോവുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവർക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നതിനും വേണ്ടി നാം എല്ലാവരും ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുകയാണ്. ജ്യോതിഷിനെ സംബന്ധിച്ചോളം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 9 വർഷത്തോളം എനിക്ക് പരിചയമുള്ള നല്ലൊരു പയ്യനാണ് ജ്യോതിഷ്. വളരെ സേവന തയ്യാറാണ്. ഏത് സേവനം പറയുകയാണെങ്കിൽ, പള്ളിയിലച്ചന്മാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരോടും വിദ്വേഷമൊന്നുമില്ലാത്ത നന്മയുടെ ഒരു ഉറവിടം തന്നെയാണ് ജ്യോതിഷെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. ഈ കാലത്ത് ഇങ്ങനെയുള്ള നല്ലൊരു യുവാക്കന്മാരെ കണ്ടുമുട്ടുക വളരെ പ്രയാസമാണ്. ഇന്ന് പലപ്പോഴും മദ്യപാനവും വഴക്കുപാടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ ബഹളമെല്ലാം നടക്കുന്ന പിള്ളേരെ കാണാറുള്ളത്. ദൈവഭക്തി, സേവന മനോഭാവവും പ്രാർത്ഥനാരോഗ്യമുള്ള പിള്ളേരെ കാണുക വളരെ വിരളമാണ്. ജ്യോതിഷം നമുക്കൊരു അനുവിന് വളരെ അനുഗ്രഹമാണ്. അനുവിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള നല്ല പെൺകുട്ടിയാണ്, സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, അപ്പനമ്മയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നല്ലൊരു പെൺകുട്ടിയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൈവം തന്നെയാണ് ഇവർ രണ്ടുപേരെ ഒന്ന് യോജിപ്പിക്കുന്നത്, യാതൊരു സംശയമില്ല. ഇവരുടെ ജീവിതം തീർച്ചയായിട്ടും സന്തോഷകരവും ആനന്ദകരമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അവരത്തെ ദൈവം പ്രത്യേകമായിട്ട് രണ്ടുപേരെയും തിരഞ്ഞെടുത്ത് ഇന്ന് യോജിപ്പിക്കാൻ പോവുകയാണ്. വിവാഹത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, വിവാഹത്തിനെ പറ്റി പറയുന്ന പ്രതിപാദിക്കുന്ന പല പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ. പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് തോബിത്തിൻ്റെ പുസ്തകം. തോബിത്ത് നിനിവയിൽ താമസിച്ചിരുന്നു, പരോപകാരിയാണ്, മരിച്ചവരെല്ലാം അടക്കുന്നു, വളരെയധികം നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു പ്രായമുള്ള ഒരാളായിരുന്നു തോബിത്ത്. അദ്ദേഹത്തിന് പ്രായമാകുന്നു. അപ്പോൾ കൊച്ചു തോബി ഒരു മകനെ മാത്രമേ ഉള്ളൂ. മകനോട് പറയുകയാണെന്ന്, എനിക്ക് പ്രായമാകുന്നു, താമസിയാതെ ഞാൻ മരിക്കും, നീ ഒരു വിവാഹം കഴിച്ച് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു ആളിനെ വേണം. നമ്മൾ മറ്റു ജാതിക്കാരൊരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല, മറ്റു വർഗ്ഗക്കാരോട് യാതൊരു ബന്ധവും പാടില്ല. നമ്മുടെ ജാതി യഹൂദന്മാർ ഇവിടെ ഇല്ലല്ലോ ഭർത്താവ്,
പിതാവിനോട് പറയുകയാണ്, പിതാവ് നമ്മുടെ യോധന്മാരില്ലല്ലോ, രാജാവ് എല്ലാവരെയും കൊന്നു കളഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ തരും, നമ്മുടെ വംശത്തിൽപ്പെട്ട പെൺകുട്ടിയെ തന്നെ തരുമെന്ന് പിതാവ് പറയുകയാണ്. നിനക്കറിയാൻ വേണ്ടിയിട്ട് ഒരാളിനെ കൂലിക്ക് കൊണ്ടുപോവുക. അപ്പോൾ റഫായേൽ മാലാഖ ഒരു മനുഷ്യൻ രൂപത്തിൽ വന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായി. അങ്ങനെ അവർ പുറപ്പെടുകയാണ്. റാഹുവേലിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു, പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഇന്നയാളാണ്, ഇതിൻ്റെ യഹൂദനാണ്, തോവയാത്തിൻ്റെ ബന്ധുവാണ് എന്നുള്ള വിവരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അവരുടെ വിവാഹം കഴിക്കാൻ പോകുന്നു. സാറായുടെ വിവാഹം കഴിയുന്നു. അങ്ങനെ 7 പ്രാവശ്യം അവർ വിവാഹം നേരത്തെ നടത്തിയതാണ്. ഭർത്താക്കന്മാരെല്ലാം അതേ രാത്രിയിൽ മരിച്ചു പോകുന്നു. പിന്നീട് പിതാവ് പറയാണ്, റാഹുവേൽ പറയാണ്, എൻ്റെ മോളുടെ കല്യാണം ഞാൻ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നീ വിവാഹം നടത്തിയാൽ നീ ഈ രാത്രി തന്നെ മരിച്ചു പോകും. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ മറ്റ് യുവാക്കന്മാരെ പോലൊരു വ്യക്തിയല്ല, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പിന്നീട് അവരുടെ വിവാഹം നടക്കുന്നു. വിവാഹത്തിൻ്റെ മുറിയിലേക്ക് അവർ വൈകുന്നേരം പോകുന്നു. ആ സമയത്ത് സാറയോട് പറയാണ്, സഹോദരി, നമ്മൾ ഒരു മാസത്തേക്ക് 1 വർഷത്തേക്ക് ജീവിക്കുന്നതല്ല, നാം മരിക്കുന്നവരൊന്നും ജീവിക്കേണ്ടവരാണ്, നമുക്ക് ധാരാളം ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ട്. അവിടെ നീ നിൻ്റെ ബെഡിൻ്റെ അടുത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ഞാനിവിടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വളരെ സമയം പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് അബ്രാഹത്തെയും സാറേയും യോജിപ്പിച്ചതുപോലെ ഹവ്വായെ യോജിപ്പിച്ച പോലെ ഞങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങൾ മരിക്കുന്നവരെ സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കുവാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വളരെ നേരം പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഉറങ്ങാൻ പോവുകയാണ്. രാവിലെ സാധാരണ രാത്രിയിൽ ഭർത്താക്കന്മാരെല്ലാം മരിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് റാഹുവേൽ തന്നെ ഒരു കുഴിയുണ്ടാക്കി അവൻ്റെ മരിച്ചു കാണും, അവനെ അടക്കാൻ വേണ്ടിയിട്ട് അയൽക്കാരോട് പറയാണ്, അവിടെ പോയി ഒന്ന് മുട്ടി നോക്കുക, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന്. സാധാരണയായി മുട്ടി നോക്കുമ്പോൾ പെട്ടെന്ന് പെൺകുട്ടിയാണ് ഓടി അവിടെ എത്തുന്നത്, വാതിൽ തുറക്കുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ ഇതാ തോബിയത്ത് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ നീ ഇന്നലെ രാത്രി മരിച്ചില്ലേ, ഞാൻ നിന്നെ അടക്കാൻ വേണ്ടി നല്ലൊരു കുഴി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അന്നോടും പറയുകയാണ്, ഞാൻ മറ്റു യുവാക്കന്മാരെ ഒരു വിവാഹമല്ല, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അവിടുന്ന് സാറ പുറപ്പെടാൻ പോകുന്ന ആ സമയത്ത് പ്രത്യേകമായിട്ട് റാഹുവേൽ പറയാണ്, എൻ്റെ ഏക മകളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ അവളെ നോക്കണം, സംരക്ഷിക്കണം, അവിടെ മാത്രമാണ് ഞങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൾ നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്, അപ്പോൾ നീ സംരക്ഷിക്കണം, ഒരിക്കലും നീ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നല്ല ഉപദേശം പറഞ്ഞുകൊണ്ട് മകളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ സാറായുടെ അമ്മ പറയാണ്, മകനെ ഞാനിതാ എൻ്റെ ഹൃദയം പറിച്ച് നിന്നെ ഏൽപ്പിക്കുകയാണ്, അവളെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത്. പിന്നെ മകളോട് പറയാണ്, തോബിയത്തിൻ്റെ മാതാവ് ഞങ്ങളെ നീ ഉപേക്ഷിക്കുക, തോബിയത്തിൻ്റെ മാതാപിതാക്കന്മാരെ സ്വന്തം അപ്പനും അമ്മയായിട്ട് കണക്കാക്കണം, അവരെ ആദരിക്കണം, ജീവിതകാലത്തിൽ ഒരിക്കലും ഇതിനെപ്പറ്റി എന്തെങ്കിലും മറ്റുള്ള കുറ്റം പറയുന്നൊരവസരം ഞാൻ കേൾക്കാൻ ഇടവരുത്, അത്രയ്ക്ക് നല്ലൊരു ജീവിതം നീ നയിക്കണമെന്ന് പ്രത്യേകമായിട്ട് മകളോട് ഉപദേശിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഇന്ന് അനുവിൻ്റെ മാതാപിതാക്കന്മാർ പറയുന്ന, മകളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ജോലത്തിനെ ഏൽപ്പിക്കുകയാണ്, നീ എൻ്റെ മകളെ കാത്തോളണം, സംരക്ഷിക്കണം, അവളെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത് എന്ന് ഇന്ന് അനുവിൻ്റെ മാതാപിതാക്കന്മാർ ജ്യോതിഷനോട് പറയുകയാണ്. പിന്നീട് അവരോട് പറയുകയാണ്, ഞങ്ങളുടെ കൃത്യമാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്, നീ എപ്പോഴും കാത്തോളുക. അതുപോലെ തന്നെ ഇന്ന് ഇവരും പറയുകയാണ്, തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകമായിട്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ഒരു ആശ്വാസം സ്വീകരിക്കാനുള്ള കൃപയുണ്ടാകണം. വീട്ടിലെല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ടായിരിക്കണം, അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ജപമാല ചെല്ലാതെ ഒരൊറ്റ ദിവസം പോലും ഉറങ്ങാൻ പാടില്ല. ജപമാല ചെല്ലുന്ന ഭവനത്തിൽ മാതാവിന് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരിക്കും. മാതാവ് രാത്രി മുഴുവൻ കാവൽ നിൽക്കും. നമ്മുടെ ശത്രുക്കളൊന്നും ചേത്താനെന്നും എല്ലാത്തിനും നമ്മളെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് ഒന്നാമത് അത്യാവശ്യമായ പ്രാർത്ഥനാ ജീവിതം നയിക്കാനുള്ളത് പ്രത്യേകം നല്ല തീരുമാനമെടുക്കുക. പിന്നെ ജോസിനോടൊന്നും പറയേണ്ട ആവശ്യമില്ല, അനുവിനെ നന്നായി സ്നേഹിക്കുകയും ഒരിക്കലും വേദനിപ്പിക്കുകയില്ല, കഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളത് അവൻ്റെ സ്വഭാവം കൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും അതുപോലെ തന്നെ അനു എപ്പോഴും നല്ല അനുസരണയുള്ളൊരു കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭർത്താവിനെ അനുസരിച്ച് മാതാപിതാക്കന്മാരെ ബഹുമാനിച്ച് സന്തോഷസ്ഥാനത്തോടുകൂടി ജീവിക്കുന്നതിനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
വിവാഹബന്ധത്തിൻ്റെ ആഭ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്ര ശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വച്ച് തൻ്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിനും അനുഗ്രഹത്തിൻ്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നീതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ജ്യോതിഷ് എന്ന് വിളിക്കപ്പെടുന്ന വർഗീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി അന്നു എന്ന് വിളിക്കപ്പെടുന്ന മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്നു എന്ന് വിളിക്കപ്പെടുന്ന മറിയം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി ജ്യോതിഷ് എന്ന് വിളിക്കപ്പെടുന്ന വർഗീസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ.
കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം ചൊരിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാ യൗസേപ്പിതാവും കന്യാംബികയും ഓമൽ സുധനാമീശോയും കുടുംബമാം യാഗവേദിയിൽ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ നന്മ സ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം ചൊരിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ ഈ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ
നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയ പരിശുദ്ധന്യാമറിയത്തിൻ്റെയും തിരുകുടുംബത്തിൻ്റെ നായകനായ മാറിയ സേപിതാവിൻ്റെയും മാതൃസഭയുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അനന്തമാകും സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ചഖിലേശൻ ജീവിത സഖിയെ നൽകും. അവനെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാഹത്തെയും സാറയെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ,
വരെ കാത്തരുളിയിടണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാക്കണമേ. ഇവരുടെ ആശ പ്രതീക്ഷകളും സഫലീകൃതമായി തീരണമേ. സ്നേഹവും ശാന്തിയും പുലർത്തിയിടുവാൻ ദൈവമേ ഇവരിൽ കനിയണമേ. സഹായമേകും സ്നേഹിതരെ നൽകണമേ നിൻ കൃപയാലേ. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിതപാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാ അഖിലർക്കും നവദമ്പതിമാരിരുവർക്കും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രത്യേകമായിട്ടൊന്ന് വിവാഹിതരായി തീർന്നിരിക്കുന്ന ഒന്നായി തീർന്നിരിക്കുന്ന ജ്യോതിഷനും മന്നുവിനും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ്റെയും എൻ്റെയും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രാദികളുടെ ഏവരുടെയും പേരിലുള്ള അനുമോദനങ്ങളും നല്ല ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളിന്ന് ആരംഭിക്കുന്ന ഈ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നീണ്ടു നിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. Bless the Lord, oh my soul, oh my soul, worship His holy name, sing like never before, oh my soul, I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul, worship His holy name, sing like never before, oh my soul, I worship Your holy name.
Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons for my heart to find. So bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. Bless You, Lord. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing Your praise unending. 10,000 years and then forevermore. Forevermore. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. Good afternoon, ladies and gentlemen, friends and loved ones. Welcome to Jyotish and Anu's wedding reception. Today calls for a grand celebration, and it is my distinct pleasure to introduce to you the very first time
Jyotish and Annu as husband and wife. So I welcome our handsome groom and beautiful bride to the stage. നവദമ്പതികളെ അനുഗ്രഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി ഫാദർ ഷാജി തുമ്പേച്ചിറ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവൾ, നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ ഈ വൈകിയ വേളയിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഇന്നത്തെ വിരുന്നും ആഘോഷങ്ങളും കർത്താവ് അനുഗ്രഹിച്ചുയർത്തട്ടെ. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എല്ലാ സമയം നയിക്കും. ആമേൻ. Hearty congratulations from all of us. I'm sure many of you know Jyotish and Annu personally. For those who don't, here is a bit of quick info. Our groom Jyotish Joseph Manjerikalam is the only son of Tangachan and Daisy. He is currently working in Dubai. Our bride Annu Mariam Jose is the daughter of Josie and Tessie, has completed her degrees. She has an elder brother Francie, his wife Susanna, and their cutest son Lucas. അടുത്തതായി ജ്യോതിഷിൻ്റെയും അന്നുവിൻ്റെയും ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Jyotish and Annu embark on this journey together, I invite the bride and groom to light the lamp together, creating the circle of life to share their love and commitment towards each other forever. Thank you, family. The cake is a symbol of a happy married life that the couple would enjoy from this day forward. Let us wish them a life full of love and joy. So, Jyotish and Annu, I invite you to slice into this beautiful cake and exchange it among yourselves.
Jyotish and Anu, on behalf of all who have gathered here, I wish you the very, very best for your future together. Once again, on behalf of everybody out here, a hearty congratulations. Have a nice day and enjoy yourself. Thank you. Nothing can stop emotions that run down the sides of your face. Wish I could change this moment to another time and place. Nothing you say can move me. I've chosen the road that I'm on. I have to join the fight for freedom until the war is won. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. Someone will always hear you, care about you when you cry. But no one can hear my heart is breaking as I say goodbye. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. We will keep the faith between us if we only try. We will keep the truth inside us. Love will never lie. Love will never lie. Love will never lie. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ.
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed in like somebody planned it all. I feel right where I belong. At least all week, my heart is strong. So give me your word, and I'll give you all I got. No, we don't have much, but it sure feels like a lot. So take my heart and take my hand. Take my heart, take my hand. Take my heart and take my hand again and again. Right where we stand. Take my heart and take my hand. I'll be your lover and I'll be your friend. Take my heart and take my hand again and again. Right where we stand. Too good to be true. I wanna spend my life with you. I wanna spend my life with you. Too good to be true. Wanna spend my life with you. Wanna spend my life with you. Thank you, Jesus. Thank you, Jesus. Thank you, thank you. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, thank you. Thank you, Jesus. Thou hast forgiven all our sins past, washed us all clean with thy precious blood, washed us all clean, washed us all clean with thy precious blood, with thy precious blood. Thank you, Jesus. Thank you, Jesus. Thank you, thank you. Thank you, Jesus.
Bless us, Jesus. Bless our children. Bless our family. Loving Jesus. Bless our family. Oh, bless our family. How loving Jesus. How loving Jesus. Thank you, Jesus. Thank you, Jesus. Thank you, thank you. Thank you, Jesus. Praise the Father, Son, and Spirit. Praise Trinity. Praise and bless thee. Praise Trinity. Praise Trinity. We praise and bless thee. We praise and bless thee. Thank you, Jesus. Thank you, Jesus. Thank you, thank you. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, दुआ भी लगे ना मुझे, दवा भी लगे ना मुझे, जब से दिल को मेरे तू लगा है। नींद रातों की मेरी, चाहत बातों की मेरी, चैन को भी मेरे तूने यूं ठगा है। जब सांसें भरूं मैं बंद, आंखें करूं मैं नजर, तू यार आया। दिल को करार आया, तुझ पे है प्यार आया, पहली पहली बार आया ओ यारा। दिल को करार आया, तुझ पे है प्यार आया, पहली पहली बार आया ओ यारा। हर रोज पूछे ये हवाएं, हम तो बता के हारे, क्यों जिक्र तेरा करते हैं हमसे तारे।